നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് പാതാക്കര മലയിൽ വൻതോതിൽ മണ്ണിടിച്ച് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് റോഡ് നിർമ്മാണം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ശുദ്ധജല സ്രോതസ്സിനെ ബാധിക്കുമെന്നും മലയിൽ ഉരുൾപൊട്ടലുണ്ടാകുമെന്നും പ്രദേശവാസികൾ. മണ്ണാർക്കാട്ടെ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഗതാഗത പരിഷ്കരണത്തിൽ നഗരസഭയിൽ പ്രതിഷേധവുമായി NCP. പരിഷ്കരണം യാതൊരു പഠനവും നടത്താതെയെന്ന് നേതാക്കൾ. പരിഷ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് സ്റ്റാൻഡിൽ CPM കൗൺസിലർമാരുടെയും പ്രതിഷേധം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി ഹെൽപ്പർ സ്ഥിര നിയമനവുമായി ബന്ധപ്പെട്ട് പരാതിയുമായി ഉദ്യോഗാർത്ഥികളും. യോഗ്യതകൾ പരിഗണിക്കാതെ അനർഹരെ തിരഞ്ഞെടുത്തതെന്ന് ആരോപണം. നിയമപരമായി മുന്നോട്ടു പോകുമെന്നും പരാതിക്കാർ. വെള്ളിനേഴിയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ. പൊട്ടിപ്പൊളിഞ്ഞ പൈപ്പുകളാണ് പ്രശ്നമെന്നും ഇത് മാറ്റിസ്ഥാപിക്കാൻ നടപടിയെടുക്കുമെന്നും AE. വാർത്തകളിലേക്ക് വിശദമായി. മണ്ണാർക്കാട് ചേലേങ്കര പച്ചക്കാട് കോളനി നിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയായി പാതാക്കര മലയിൽ വൻതോതിൽ മണ്ണിടിച്ച് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് റോഡ് നിർമ്മാണം. ശുദ്ധജല സ്രോതസ്സിനെ ബാധിക്കുമെന്നും ഉരുൾപൊട്ടലുണ്ടാകുമെന്നും പ്രദേശവാസികൾ. റോഡ് നിർമ്മാണം തടയണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് നഗരസഭയുടെ ബഹുമുഖ പദ്ധതിക്കായി വാങ്ങാൻ തീരുമാനിച്ച പാതാക്കര മലയുടെ മറുഭാഗത്താണ് ഇപ്പോൾ റോഡ് നിർമ്മിക്കുന്നത്. ചേലങ്കര ടിപ്പു സുൽത്താൻ റോഡിൽ നിന്ന് പച്ചക്കാട് ഭാഗത്തു നിന്നാണ് പാതാക്കര മലയിലേക്ക് റോഡ് ആരംഭിക്കുന്നത്. 15 മീറ്റർ വീതിയിൽ 5 മുതൽ 15 അടിയിലേറെ താഴ്ചയിൽ മലയിടിച്ചാണ് നിർമ്മാണം. നേരത്തെ ഈ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന ക്വാറിയിലേക്ക് റോഡ് നിർമ്മിക്കുകയാണെന്നാണ് പ്രദേശവാസികളോട് ആദ്യം പറഞ്ഞിരുന്നത്. ക്വാറിയും കഴിഞ്ഞ് അടുത്ത കുന്നിടിച്ച് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നത്. 2018 പ്രളയത്തിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്തം നേരിട്ട പച്ചക്കാട് കോളനി നിവാസികളുടെ വാസസ്ഥലത്തിന് ഭീഷണിയാകുന്ന വിധത്തിലാണ് നിർമ്മാണം. ഈ വിധത്തിൽ മല രണ്ടായി കീറി റോഡ് വെട്ടിയാൽ ഉരുൾപൊട്ടലുണ്ടാകുമെന്നും മഴ പെയ്താൽ റോഡ് നിർമ്മിച്ച ഭാഗത്തെ കുന്നു മുഴുവൻ ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുമെന്നും പൊതുപ്രവർത്തകൻ ജോസ് ചേലങ്കര പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മലയെ രണ്ടായി കീറി മുറിച്ചുകൊണ്ടുള്ള റോഡ് പണി നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇത് ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഈ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഈ പ്രദേശത്ത് വരികയോ ഇവിടെയുള്ള ആളുകളോടോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികളോടോ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ബന്ധപ്പെട്ട റവന്യൂവിലൊക്കെ അന്വേഷിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരാരും ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഒരു വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ വരുന്ന മഴക്കാലത്ത് ഈ ഇളക്കി വെച്ചിരിക്കുന്ന മണ്ണ് മുഴുവൻ ഒഴുകി താഴേക്ക് വരും. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. തൊട്ടപ്പുറത്തുള്ളത് പച്ചക്കാട് IHDP കോളനിയാണ്. അപ്പോൾ ഇത്രയും ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയിൽ ഇതുപോലത്തെ ഒരു മലയിൽ വന്ന് ഇതുപോലത്തെ ഒരു എർത്ത് വർക്ക് ചെയ്യുമ്പോൾ അത് ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾ അറിഞ്ഞുകൊണ്ടാണോ അതിനുള്ള നിയമം കൊടുത്തിട്ട് നിയമത്തിൻ്റെ ഇതിൽ തന്നെയാണോ ചെയ്യണത് അതോ മറ്റേതെങ്കിലും ഭൂമാഫികളുടെ താല്പര്യപ്രകാരമാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട ആളുകളും ഇവിടെ വന്ന് ഈ സ്ഥലം സന്ദർശിക്കുകയും ഇതിൻ്റെ നിജസ്ഥിതി ഇവിടുത്തെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പ്രദേശത്തെ ഭൂരിഭാഗം ആളുകളും താഴ്ഭാഗത്തുള്ള കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഈ കിണറ്റിലെ വെള്ളം വറ്റിയാൽ പ്രദേശത്തുകാരുടെ വെള്ളം കൂടി മുട്ടുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും തമ്മിൽ ഒരു ധാരണയില്ല. എല്ലാവരും തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ട്. ഇവിടെ ഉള്ള നാട്ടുകാർ തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല. ആരും ബന്ധപ്പെട്ടവരാരും നമ്മളെ അറിയിച്ചിട്ടില്ല. ഇങ്ങനെ അറിയിക്കാതെ ചെയ്യാറില്ല ഒരു കാര്യം. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുടിവെള്ളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ താഴത്ത് ഇവിടെ കിണറും അതിന് വെള്ളമടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഒന്ന് മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ അതൊക്കെ പുനർനിർമ്മാണത്തിൻ്റെ രീതിയിലായിട്ട് കിടക്കുന്നുണ്ട്. ഇവരൊക്കെ വേണ്ടുന്ന രീതിയിൽ അതിനെ സഹകരിച്ചിട്ട് ഇപ്പോൾ സർക്കാർ ഭാഗത്തുനിന്ന് അവരുടെ ഭാഗത്തുനിന്നൊക്കെ നല്ല നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഇനി ഇങ്ങനൊരു സംഭവങ്ങൾ ഇനി ഇത് മാലിന്യ പ്ലാന്റ് ആണോ ഇത് വേറെ എന്തെങ്കിലും ആണോ നമുക്ക് ഒരറിവുമില്ല. ഇത് ഇങ്ങനെ എന്തെങ്കിലും അവിടെ സംഭവിച്ചാൽ ഇപ്പോൾ ഒരു മണ്ണ് കലങ്ങിയാൽ പോലും അത് ഇവിടെ താഴത്തെ കിണറ്റിൽ കാണിക്കുന്നുണ്ട്. ഈ 1, 2, 3 കിണറിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ജനങ്ങളാണ് ഈ മലയ്ക്ക് മുകളിലുള്ളത്. ഇവരെല്ലാവരും ഈ രീതിയിലൊരു സംഭവം വരുമ്പോൾ ഇതിനി അടുത്ത ഈ വർഷക്കാലം എങ്ങനെ നേരിടും? നമുക്ക് ഇപ്പോൾ ഇതിക്ക് മുമ്പേ നമ്മൾ കണ്ട പ്രളയത്തിൽ മറ്റുള്ളവർക്ക് കണ്ട പോലെ നമ്മൾ അപ്പുറത്തും കേട്ടതുപോലെ ഞങ്ങളിവിടെ ഇതിനെ എങ്ങനെ നേരിടുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല. തങ്ങളുടെ വീടുകൾക്കു മേൽഭാഗത്ത് മല തുറന്ന് നിർമ്മാണ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ലെന്ന് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് കുടുംബശ്രീ CDS അംഗം വത്സമ്മ പറഞ്ഞു. ഞങ്ങളുടെ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് കുടിവെള്ളം എന്ന് പറഞ്ഞ സാധനം ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല.
പിന്നെ ഇങ്ങനെ ഒരു മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞൊരു പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നത് 2 ആഴ്ച മുമ്പ് ഞങ്ങൾ അറിഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾക്കിത് പ്രതികരിക്കാൻ സാധിച്ചില്ല. ഇത് ഇപ്പോഴാണ് ഞാനും മെമ്പറും ബാക്കി എല്ലാ ആൾക്കാരും കൂടെ ഇപ്പോഴാണ് ഞങ്ങളത് അറിയുന്നത്. ഞങ്ങൾക്ക് ഇത് പ്രതികരിക്കാൻ പറ്റില്ല സാറേ. ഇങ്ങനെ ഒരു പദ്ധതി നമുക്കൂടെ വരാൻ പാടില്ല. ഞങ്ങൾ ജനങ്ങളും അമ്മയും മക്കളും കുഞ്ഞുങ്ങളും പിന്നെ എല്ലാവരും കൂടെ ഇതായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും ഈ ഒരു സംരംഭം ഇവിടെ നടത്താൻ പാടില്ല. ഞങ്ങൾ അംഗീകരിക്കില്ല. ഇവരിങ്ങനെ വല്ല ഇതിന് വല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൽ അങ്ങ് അപ്പുറത്തേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറായിട്ടിരിക്കുകയാണ്. ഒരിക്കലും ഞങ്ങളുടെ ഈ ഏരിയയിൽ, അതായത് 8-10 കിലോമീറ്റർ അകലെ അത്ര അകലെ നമ്മൾ ഈ മാലിന്യ സംസ്കരണം നടത്തുകയാണെങ്കിൽ അവിടെ കറക്റ്റായിട്ട് അതിൻ്റെ നമ്മൾക്ക് അടുത്ത് എന്തായാലും രോഗം പകരും. അത് നിശ്ചയമാണ്. ഒരിക്കലും നമ്മൾക്ക് ഇങ്ങനെ ഒരു പദ്ധതി നമുക്കിവിടെ നടത്താൻ സാധിക്കില്ല. റവന്യൂ അധികാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അതേസമയം പാതാക്കര മലയിലേക്ക് റോഡ് നിർമ്മിക്കുന്ന വിവരം അറിഞ്ഞിട്ടില്ലെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ പറഞ്ഞു. പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും റവന്യൂ അധികൃതർ അറിയിച്ചു. മണ്ണാർക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരെ പെരുവഴിയിലാക്കിയ പരിഷ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് സ്റ്റാൻഡിൽ CPM കൗൺസിലർമാരുടെ പ്രതിഷേധം. യാത്രക്കാർക്ക് സൗകര്യമൊരുക്കിയില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് കൗൺസിലർമാർ പറഞ്ഞു. നഗരസഭാധികൃതരെ അനീതി അവസാനിപ്പിക്കുക. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയും കൗൺസിലിൽ വേണ്ടവിധം ചർച്ച ചെയ്യാതെയും ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രം മാറ്റി യാത്രക്കാരെ പെരുവഴിയിലാക്കി എന്നാരോപിച്ചാണ് ഇടതുപക്ഷം കൗൺസിലർമാർ പ്രതിഷേധവുമായി എത്തിയത്. പുതിയ പരിഷ്കാരം കൊണ്ട് വലഞ്ഞത് യാത്രക്കാരാണ്. എവിടെയാണ് ബസ് കാത്തു നിൽക്കേണ്ടതെന്ന് അറിയാത്ത സ്ഥിതിയാണ്. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് കനത്ത പ്രഹരമാണ് പുതിയ പരിഷ്കാരം. ജനങ്ങളുടെ ക്ഷേമത്തിനാണ് നഗരസഭ പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത CPM നഗരസഭ പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ പറഞ്ഞു. ഈ ബസ് സ്റ്റാൻഡിനകത്തെ സൗകര്യങ്ങൾ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? എന്താണ് നഗരസഭ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല? രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുണ്ടാക്കിയുള്ള ബസ് സ്റ്റാൻഡുകൾ ഉൾപ്പെടെ, റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ, എയറോഡ്രോമുകൾ ഉൾപ്പെടെ, പോർട്ടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം സുരക്ഷിതമായി ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ടത് പ്രാഥമികമായ കടമയാണ്. ആ കടമയാണ് ഇവിടെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വരുന്ന മനുഷ്യർക്ക് എവിടെ ഇരിക്കണം, എവിടെ നിൽക്കണം, എവിടെയാണ് ബസ് നിർത്തുക എന്ന് പോലും അറിയാത്ത രൂപത്തിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ പ്രതിഷേധവും പരാതിയുമായി ഞങ്ങളെ സമീപിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നഗരസഭ തിരുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അവർ ബന്ധപ്പെട്ട അധികാരികളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം പോയി കണ്ട് സംസാരിച്ചപ്പോൾ ഞങ്ങളൊരു പ്രക്ഷോഭത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ടല്ല വന്നത്. പക്ഷേ ഇവർ തിരുത്തില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തിരുത്തേണ്ടതുണ്ട്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇത് തിരുത്താനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിനാണ് ഈ പ്രതിഷേധം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. K. വത്സലകുമാരി അധ്യക്ഷത വഹിച്ചു. K. മൻസൂർ, CP പുഷ്പാനന്ദൻ, മുഹമ്മദ് ഇബ്രാഹിം, ഹസീന, N. സിന്ധു, P. ഖൈറുന്നിസ, സൗദാമിനി എന്നിവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ വെയിലത്ത് നിർത്തുന്ന പരിഷ്കരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് NCP പ്രവർത്തകർ നഗരസഭയിൽ പ്രതിഷേധിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് യാത്രക്കാരാണ് വെയിൽ കൊള്ളുന്നത്. കൃത്യമായ പഠനമോ പദ്ധതിയോ ഇല്ലാതെയാണ് ബസ് സ്റ്റാൻഡിൽ പരിഷ്കരണം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ബസ് ജീവനക്കാർ, ഉടമകൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട ആരുമായും കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി നടത്തിയ പരിഷ്കാരം പിൻവലിച്ച് യാത്രക്കാരുടെ പ്രയാസം പരിഹരിക്കണമെന്ന് NCP ആവശ്യപ്പെട്ടു. ഇത് മുന്നറിയിപ്പാണെന്നും യാത്രക്കാരുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ വണ്ടികൾ തിരിഞ്ഞാ വരുന്നത്. ഇവിടെ നോക്കുന്ന ആളുകൾക്കറിയാം ആ വഴി പോകുകയാണെങ്കിൽ കൺജസ്റ്റഡ് ആണ്. ഒരിക്കലും വണ്ടിക്കാർക്ക് അതുകൂടി യാത്ര ചെയ്യാൻ പറ്റില്ല. എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു തുഗ്ലക് ഭരണപരിഷ്കാരം കൊണ്ടുവരുന്നു? ഈ ഷെഡ് പൊളിച്ചിട്ട് അപ്പുറത്തെ ഷെഡ് അവർ വെച്ചു. അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഷെഡ് ഉണ്ടാക്കിയത്?
ഇതിന് മുമ്പ് അറിയില്ലേ, ബാത്റൂം ഇവിടെ ഉണ്ടാക്കിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പരിഷ്കരിക്കാൻ പറ്റും. മുൻവിധികളില്ല. എപ്പോഴും ജനങ്ങളെ കൃത്യമായി ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് ഇത് കൂടി നടന്നു പോകാൻ പറ്റുന്നില്ല. എത്ര ആക്സിഡൻറ്റ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ കണ്ടുകൊള്ളൂ. ഞാൻ പറയുന്ന ഈ വാക്ക് ശരിയോ തെറ്റോ നിങ്ങൾക്ക് മനസ്സിലാകാം. ഈ നിലക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബ്ലോക്കാക്കാരം. എന്തിനു വേണ്ടി, എന്തു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് മുനിസിപ്പാലിറ്റി പാവങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? മണ്ഡലം പ്രസിഡന്റ് സദക്കത്തുള്ള പടലത്ത്, എൽ വിജയകുമാർ, സി പ്രിൻസ് ജോൺ, കെ ഷാജഹാൻ, കെ രാധാകൃഷ്ണൻ, സക്കീർ നാരങ്ങപ്പറ്റ, ഫായിസ്, വിനു, ഷർഫുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി ഹെൽപ്പർ സ്ഥിര നിയമനവുമായി ബന്ധപ്പെട്ട് പരാതിയുമായി കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളും ലിസ്റ്റിൽ അനർഹരെ ഉൾപ്പെടുത്തിയെന്നാണ് പരാതി. ദീർഘകാലം പ്രവൃത്തി പരിചയമുള്ളവരെ തഴഞ്ഞാണ് രാഷ്ട്രീയ പ്രേരിതമായി അനർഹരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളായ കെ സൗമ്യ, പി മിനി, അനുഷ എന്നിവരുടെ ആരോപണം. കൊറോണ സമയത്ത് പോലും ശമ്പളമില്ലാതെ തങ്ങൾ താൽക്കാലികമായി ജോലി ചെയ്തിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ചുള്ള ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ഇവർ പറഞ്ഞു. മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഒരു അർഹതയില്ല. അവർ അംഗനവാടി പോലും ഒരു ദിവസം പോലും അംഗനവാടി കാണാത്ത ആൾക്കാരാണ്, 1-2 പേര് ഒഴിച്ച്. അപ്പോൾ അവർ ലിസ്റ്റ് മുന്നിൽ എങ്ങനെ വന്നു? അവർക്ക് എങ്ങനെ ഇത്രയും മാർക്ക് കിട്ടി? 12 മാർക്ക് കൊടുത്തിട്ടാണ് അവരെ കയറ്റിയത്. അവർക്ക് എങ്ങനെ ഇത്രയും മാർക്ക് കിട്ടി? എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇൻ്റർവ്യൂ ബോർഡ് മാർക്ക് കമ്മിയാക്കി? അതൊക്കെ ഞങ്ങൾക്ക് അറിയണം. ഇത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഇതാണ്, തീരുമാനം എടുത്തിട്ടാണ് അവരിത് കൈകാര്യം ചെയ്തത്, ഈ ലിസ്റ്റ് പുറത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അർഹതപ്പെട്ടത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. ഞങ്ങളിത് മുന്നോട്ട് വെച്ചിട്ട് നമുക്ക് എല്ലാ രേഖകളും കാര്യങ്ങളും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ, എല്ലാതും ഉണ്ട്. ബാഡ്ജ് അടക്കമുണ്ട് ഞങ്ങൾക്ക്. ഇത്രയും വർഷം ജോലി ചെയ്തിട്ടതിൻ്റെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും നമ്മൾ ഇവർ വിളിക്കുന്ന ഓഫീസിൽ നിന്നാണ് വെച്ചാലും വിളിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ കൊറോണ സമയത്ത് ഞങ്ങൾ പൈസ ഇല്ലാതെയും കൂടി ജോലി ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് ഫണ്ട് അയച്ചിരുന്നു എന്നാണ്. അതായത് അവിടെ വർക്ക് ചെയ്തിരുന്നവർക്ക് എല്ലാവർക്കും ഫണ്ട് അയച്ചിരുന്നു എന്നാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫണ്ട് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഫണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു? നമുക്ക് തലയണക്കാട് അംഗനവാടിയിൽ വെച്ചിട്ടായിരുന്നു കോവിഡ് സെൻറ്റർ, തലയണക്കാട് അംഗനവാടിയിൽ. അപ്പം ഞങ്ങൾ ഒരു ദിവസം ഓരോ ടീച്ചർ പോവുക, ഒരു ദിവസം ഹെൽപ്പർ പോവുക, അങ്ങനെ വേറെ അംഗനവാടികളൊക്കെ അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതായിരുന്നു അവിടെ അങ്ങനെ. അപ്പോൾ അതിന് ഞങ്ങളടുത്ത് പറയും നിങ്ങൾക്ക് പൈസ ഇല്ല, പക്ഷെ എന്നാലും നിങ്ങൾ ഇത്ര ജോലി നിൽക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ വന്നേ പറ്റൂ. ഒരു ദിവസം വൈകുന്നേരം വരെ, രാവിലെ തൊട്ട് 5 മണി വരെ അവിടെ വന്നേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ട്. ശമ്പളം ഇല്ലാൻ വേണ്ടി ഞാനിതിൽ തൊഴിലുറപ്പിന് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സ്വതന്ത്രാംഗം കെ കോയ വിഷയം ഉന്നയിച്ച് ശ്രീകൃഷ്ണപുരം ശിശുവികസന ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരം നടത്തിയിരുന്നു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന വെള്ളിനേഴി പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. സംഭവത്തിൽ CPI പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. വെള്ളിനേഴി മള്ളിയൂർ കോളനി, കളരിക്കൽ കോളനി എന്നീ പ്രദേശങ്ങളിലാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സന്ദർശിച്ചത്. ചാമക്കുന്ന് മുതൽ പല ഭാഗങ്ങളിലും പൈപ്പ് ലൈൻ പൊട്ടിപ്പൊളിഞ്ഞതാണ് വെള്ളം വേണ്ട പോലെ ലഭിക്കാത്തതിനു കാരണമെന്ന് AE ടി ജിയാഷ് പറഞ്ഞു. പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണി നടത്തി ഉടൻ പ്രശ്നം പരിഹരിക്കുമെന്നും AE അറിയിച്ചു. ഉദ്യോഗസ്ഥരായ TV സന്ദീപ്, ബിനു KS, CPI വെള്ളിനേഴി ലോക്കൽ സെക്രട്ടറി ആലുംകുടിൽ രാധാകൃഷ്ണൻ, P നാരായണൻകുട്ടി, അഭിലാഷ് MC, അശ്വിൻ MC, ശിവൻ S, പ്രസാദ് S എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. നാട്ടുകാരും ഉദ്യോഗസ്ഥരോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു. കുടിവെള്ള പദ്ധതികൾ ഉണ്ടായിട്ടും മാസങ്ങളായി വെള്ളം ലഭിക്കാതെ വലയുകയാണ് ഈ പ്രദേശങ്ങളിലുള്ളവർ. CPIയുടെ നേതൃത്വത്തിൽ പ്രദേശങ്ങളിൽ കുടിവെള്ളം വിതരണവും ആരംഭിച്ചിരുന്നു. ഇടവേള. വാർത്തകളിലേക്ക്. കരിമ്പുഴ എലമ്പുലാശ്ശേരിയിൽ ലഫ്റ്റനന്റ് കേണൽ EK നിരഞ്ജൻ അനുസ്മരണം സംഘടിപ്പിച്ചു. എലമ്പുലാശ്ശേരി സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ യോഗം VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ, വിമുക്ത ഭടന്മാർ എന്നിവരും പങ്കെടുത്തു.
2016 ജനുവരി 3 പഞ്ചാബ് പഠാൻകോട്ടിലുണ്ടായ ഭീകരാക്രമണത്തിൽ കരിമ്പുഴ എലുമ്പലശ്ശേരി സ്വദേശി ലഫ്റ്റനന്റ് കേണൽ ഇ കെ നിരഞ്ജൻ വീരമൃത്യു വരിച്ചത്. നിരഞ്ജന്റെ 8ാം ചരമദിനത്തോടനുബന്ധിച്ചാണ് അനുസ്മരണം നടത്തിയത്. രാവിലെ എലുമ്പലശ്ശേരി സെന്ററിൽ നിന്ന് സ്മൃതി മണ്ഡപത്തിലേക്ക് റൂട്ട് മാർച്ച് നടത്തി. കാരാകുർശി ഗവൺമെന്റ് ഹൈസ്കൂളിലെ SPC കേഡറ്റുകൾ, എലുമ്പലശ്ശേരി KUP സ്കൂളിലെ ബാൻഡ് യൂണിറ്റ്, LTI വിദ്യാർത്ഥികൾ, വിമുക്ത ഭടന്മാർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം അനുസ്മരണ യോഗം നടന്നു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സേവനം നടത്താൻ കഴിയുന്നത് സൈനികർക്ക് മാത്രമെന്ന് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ അഭിമാന പുത്രനാണ് ലഫ്റ്റനന്റ് കേണൽ ശ്രീ നിരഞ്ജൻ. വളരെ യൗവനകാലത്ത് ജീവിതം ആരംഭിച്ച് അധികമായില്ല. അപ്പോഴാണ് അദ്ദേഹം ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർക്കപ്പെടുന്നത്. നിരഞ്ജൻ്റെ സ്മരണ ഓരോ വർഷവും പുതുക്കും തോറും നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ആ വ്യക്തിത്വത്തിന് കൂടുതൽ മാറ്റുകൂടുകയാണ്. ഒരുപാട് പേർക്ക് മാതൃകയായി നല്ല അച്ചടക്കത്തോടുകൂടി, ഒരു രാജ്യസ്നേഹത്തോടുകൂടി ജീവൻ ബലിയർപ്പിച്ച് ദേശസ്നേഹം നടത്തിയിട്ടുള്ള ആളാണ് നിരഞ്ജൻ. പുതിയ തലമുറയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നമ്മുടെ നാടിനെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച്. നിരഞ്ജൻ്റെ സ്മരണ വരുമ്പോൾ രാജ്യത്തോടുള്ള ദേശഭക്തി വർദ്ധിക്കുകയും ഒരു പൗരൻ എങ്ങനെയായിരിക്കണം എന്ന് വളരെ മാതൃകാപരമായി ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, K രജിത P ഹരിഗോവിന്ദൻ, സുരേഷ് തെങ്ങിൻതോട്ടം, കേണൽ നിരഞ്ജന്റെ ചെറിയച്ഛന്മാരായ EK ഹരികൃഷ്ണൻ, EK വിജയൻ, എക്സ് സർവീസ് ലീഗ് സംസ്ഥാന സെക്രട്ടറി കൃഷ്ണകുമാർ VS, അനിൽകുമാർ N, AK കുമാരൻ, സുജിത്ത് അരിമ്പൂർ, സുജിത്ത് KS നായർ തുടങ്ങിയവർ സംസാരിച്ചു. നാളിതുവരെ സംസ്ഥാനം നേടിയെടുത്ത വിദ്യാഭ്യാസ പുരോഗതിയെ കേരള സർക്കാർ പിറകോട്ട് വലിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് ഉപജില്ലാ സമ്മേളനം അലനല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ചേഞ്ച്, മാറ്റത്തിൻ്റെ തുടക്കം വിദ്യാലയങ്ങളിൽ. അങ്ങനത്തെ ഒരു കാലത്ത് ഈ ഒരു നാടിനെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ്, ഒരു ഉപാധിയാണ് വിദ്യാഭ്യാസം. പക്ഷെ ആ വിദ്യാഭ്യാസത്തെ ഗൗരവമായി സമീപിക്കുന്നവരുടെ കയ്യിൽ ഇത് ലഭിക്കാതെ പോയത് കൊണ്ട് ഇപ്പം ലഭിച്ചിട്ടുള്ളത് ഈ വിദ്യാഭ്യാസത്തിന് വിരുദ്ധരായവരെന്നത് കൊണ്ട് അതിൻ്റെ ദുരന്ത ഫലമാണ് നമ്മുടെ സംസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണരണം പൊതുബോധം, വളരണം പൊതുവിദ്യാഭ്യാസം എന്ന പ്രമേയത്തിൽ അലനല്ലൂർ കാട്ടുകുളം ALP സ്കൂളിലാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് ഉപജില്ലാ സമ്മേളനം നടന്നത്. ഉപജില്ലാ പ്രസിഡന്റ് ER അലി അധ്യക്ഷനായി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കരീം പടുകുണ്ടിൽ, സംസ്ഥാന ട്രഷറർ ഹമീദ് കുമ്പത്ത്, സെക്രട്ടറി സിദ്ദീഖ് പാറക്കോട്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ CH സുൽഫീഖർ അലി, K മനാഫ്, ജില്ലാ ജനറൽ സെക്രട്ടറി KP സലീം, ഉപജില്ലാ സെക്രട്ടറി P അൻവർ സാദത്ത്, ട്രഷറർ KG മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന സംസ്ഥാന ട്രഷറർ ഹമീദ് കുമ്പത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് KT യൂസഫ്, K സക്കീന, A ഹാജറു, P ജാസ്മീൻ, K ആസിയ, KT ഹസ്നത്ത് എന്നിവർക്ക് സ്നേഹോപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് നടന്ന വിദ്യാഭ്യാസ സമ്മേളനം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആരായൻ ഉദ്ഘാടനം ചെയ്തു. ഉസ്മാൻ താമരത്ത് പ്രമേയ പ്രഭാഷണം നടത്തി. KSTU സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുള്ള മുഖ്യാതിഥിയായി. വനിതാ സെക്ഷൻ അലനല്ലൂർ പഞ്ചായത്ത് അധ്യക്ഷ PP സജന സത്താർ യാത്രയപ്പും തലമുറ സംഗമം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കലടി അബൂബക്കറും ഉദ്ഘാടനം ചെയ്തു. STU ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത്, KSTU വനിതാ വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM സാലിഹ മുഖ്യപ്രഭാഷണം നടത്തി. നാടക നടനും സംവിധായകനുമായ അട്ടപ്പാടി സ്വദേശി കുപ്പുസ്വാമിയുടെ ചികിത്സാ സഹായത്തിനായി നാടക ചലഞ്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങി നാടക ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റി. ജനുവരി 13, 14 തീയതികളിലായി കണ്ണിയമ്പുറം സെവൻസ് ഡേ സ്കൂളിൽ വെച്ച് നാടകങ്ങൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2 വൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നാടക നടനും
സംവിധായകനുമായ കുപ്പുസ്വാമിയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ് നാടക് ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാടക ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. 35 ലക്ഷത്തോളം രൂപയാണ് ചികിത്സയ്ക്കായി ചിലവ് കണക്കാക്കുന്നത്. ജനുവരി 13, 14 തീയതികളിലായി കണ്ണിയമ്പുറം സെവൻസ് ഡേ സ്കൂളിൽ വെച്ചാണ് നാടകങ്ങൾ അരങ്ങേറുന്നത്. ടിക്കറ്റുകളിലൂടെയും പാസുകളിലൂടെയുമായിരിക്കും പ്രവേശനം. ഊണിന് 4 മാത്രം, ലാസ്റ്റ് ബെൽ, മത്തായിയുടെ മരണം, പാപത്തറ, കാന്തം തുടങ്ങിയ 5 നാടകങ്ങളാണ് 2 ദിവസങ്ങളായി അരങ്ങേറുക. നാടക ചലഞ്ചിന്റെ ഉദ്ഘാടനം കെ പ്രേംകുമാർ MLA നിർവഹിക്കും. വൈകിട്ട് 6 മണി മുതലാണ് നാടകങ്ങളുടെ പ്രദർശനം നടക്കുകയെന്ന് സംഘാടകർ പറഞ്ഞു. ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നാടകിൻ്റെ ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയാണ്. കുപ്പുസ്വാമിയുടെ പേരിൽ അങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അയാൾ തൃശ്ശൂർ നാടക അക്കാദമിയിൽ നിന്ന് നാടകമൊക്കെ പഠിച്ച് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG ഒക്കെ കഴിഞ്ഞ ആളാണ്. അട്ടപ്പാടിയിലുള്ള അവരുടെ ഗോത്രവർഗത്തിലുള്ള കുട്ടികളെയൊക്കെ നാടകം വായിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖമായിട്ട് വരുന്നത്. അയാളുടെ 2 കിഡ്നിയും തകരാറിലായിരിക്കും. അപ്പോൾ അയാളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇനി കിഡ്നി മാറ്റി വെക്കേണ്ട അവസ്ഥയിലാണ്. വളരെ താഴ്ന്ന ഒരു കുടുംബത്തിലുള്ള ആൾക്ക് അത്രയും വലിയ തുക ചിലവാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നാടകപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ നാടക്ക് എന്ന് പറഞ്ഞ സംഘടനയുടെ വലിയൊരു സെറ്റപ്പുള്ള സംഘടനയല്ല, തുടങ്ങി ചെറിയ പിച്ച വെച്ച് വരുന്നത്. അപ്പോൾ ഒരു വലിയ പ്രോഗ്രാമാണ്, ഞങ്ങൾ വലിയൊരു പദ്ധതിയാണ് ഏറ്റെടുത്തത്. അത് വിജയിപ്പിക്കാനുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് അയാളുടെ കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ 35 ലക്ഷം രൂപയോളം ചിലവ്. അതിൽ പാലക്കാട് ജില്ലക്കാരനായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ബാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങളതിൻ്റെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നു. ഏകദേശം 1.5 ലക്ഷം രൂപയോളം ഞങ്ങൾ സമാഹരിച്ച് കൊടുക്കണമെന്നുള്ള ഒരാഗ്രഹത്തിലാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് വെച്ചാൽ നാടകക്കാരനായതുകൊണ്ട് തന്നെ 5 നാടകങ്ങൾ ഞങ്ങൾ ഇവിടെ ജനുവരി 13, 14 തീയതികളിൽ സവർദ്ധരെ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്നുണ്ട്. ആദ്യ ദിനം 1 നാടകവും 2ാം ദിനം 4 നാടകങ്ങളും അരങ്ങേറും. പരിപാടിയുടെ സമാപനം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ നാടക് ഒറ്റപ്പാലം മേഖലാ പ്രസിഡന്റ് മോഹനൻ എരുമേലി, മേഖലാ സെക്രട്ടറി ജിനേഷ് മനിശ്ശേരി, ട്രഷറർ രമേഷ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം CP ഉണ്ണികൃഷ്ണൻ, C വിനോദ് കുമാരൻ എന്നിവരും പങ്കെടുത്തു. എലമ്പുലശ്ശേരി വാക്കടപ്പുറം വലിയട്ട റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ VK ശ്രീകണ്ഠൻ MP സ്ഥലം സന്ദർശിച്ചു. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. 5 വർഷത്തേക്ക് മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ളതാണ് പ്രൊജക്റ്റ്. 1 മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് MP പറഞ്ഞു. ഗ്രാമീൺ സഡക് യോജന പ്രകാരം ജില്ലയിൽ 16 റോഡുകളാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 4 എണ്ണം പണി പൂർത്തീകരിച്ചതായും MP പറഞ്ഞു. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതി പ്രകാരം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 16 റോഡുകൾ ഇതിനോടകം അപ്രൂവലായി നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ 4 റോഡുകളുടെ പണി പൂർത്തിയായി. അടുത്ത ഘട്ടം 4 റോഡുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാരാകുറിശി പഞ്ചായത്തിനെയും അതുപോലെ കരിമ്പുഴ പഞ്ചായത്തിനെയും യോജിപ്പിക്കുന്ന എളമ്പലാശ്ശേരി വലിയട്ട റോഡ്, വാക്കടപ്പുറം വഴി വലിയട്ട റോഡാണ് ഇപ്പോൾ ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിനോടകം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 4 കോടി രൂപ ചെലവഴിച്ച് 5 വർഷത്തെ മെയിൻ്റനൻസ് ഉൾപ്പെടെയാണ് ഈ റോഡ് നിർമ്മാണം. സംസ്ഥാന മിക്സ് ബോക്സിംഗിൽ കിരീടമുയർത്തി മലപ്പുറം ജില്ല. ചെർപ്പളശ്ശേരിയിൽ നടന്ന 2ാമത് സംസ്ഥാന മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് മലപ്പുറം ജില്ലാ ടീം കിരീടം നേടിയത്. പി മമ്മിക്കുട്ടി MLA വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചെർപ്പളശ്ശേരിയിൽ നടന്ന 2ാമത് സംസ്ഥാന മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 സ്വർണ്ണ മെഡലും 18 വെള്ളി മെഡലുകളുമടക്കം 53 മെഡലുകൾ നേടിയാണ് മലപ്പുറം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായത്. 12 സ്വർണ്ണ മെഡലും 8 വെള്ളി മെഡലുമായി കോഴിക്കോട് 2ാം സ്ഥാനം കരസ്ഥമാക്കി. 8 സ്വർണവും 6 വെള്ളിയുമായി പാലക്കാട് ജില്ല 3ാം സ്ഥാനവും നേടി. സംസ്ഥാന സെക്രട്ടറിയും വേൾഡ് റഫറിയുമായ MP സുബ്രഹ്മണ്യൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള ടെക്നിക്കൽ ഡയറക്ടർ ഹരീഷ് P, നാഷണൽ ഡിപ്ലോമ കോച്ച് NK ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. MLA പി മമ്മിക്കുട്ടി വിജയികൾക്ക് ട്രോഫികളും മെഡലുകളും വിതരണം ചെയ്തു. ചാമ്പ്യൻഷിപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച പെരിന്തൽമണ്ണ VFC സ്പോർട്സ് അക്കാദമിയിലെ ഷാമിൽ മികച്ച പ്രകടനത്തിനുള്ള ടൈറ്റിൽ ബെൽറ്റ് കരസ്ഥമാക്കി.
ജനുവരി 28, 29, 30 തീയതികളിൽ മുംബൈയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് 40 പേരെ തിരഞ്ഞെടുത്തതായി സംസ്ഥാന പ്രതിനിധികൾ അറിയിച്ചു. മാരായമംഗലം ഖാസി മുഹമ്മദ് മുസ്ലിയാർ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ കോംപ്ലക്സ് 11ാം വാർഷിക സമ്മേളനം സമാപിച്ചു. 4 ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിന്റെ സമാപന ദിവസം AM നൌഷാദ് ബാഘവി ചിറയൻകീഴ് മുഖ്യപ്രഭാഷണം നടത്തി. ഡിസംബർ 30 രാവിലെ സിയാറത്തോടുകൂടിയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കമായത്. തുടർ ദിവസങ്ങളിൽ കുടുംബസംഗമം, മതപ്രഭാഷണം, മജ്ലിസ് നൂർ വാർഷികം തുടങ്ങിയ പരിപാടികളും നടന്നു. ചൊവ്വാഴ്ച നടന്ന സമാപന സമ്മേളനം സമസ്ത വൈസ് പ്രസിഡന്റും മാരായമംഗലം മഹൽ ഖാസിയുമായ MP കുഞ്ഞിമുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. AM നൌഷാദ് ബാഘവി ചിറയൻകീഴ് മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥാപനത്തിൽ നിന്ന് ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധദാനവും ചടങ്ങിൽ നടന്നു. മാരായമംഗലം മഹൽ മുദ്രീസ് മുനീർ വാഫി അധ്യക്ഷത വഹിച്ചു. മരക്കാർ മൗലവി മാരായമംഗലം PK ഹക്കീം, MP അബൂബക്കർ ഫൈസി, ഹംസ ഫൈസി, ഹനീഫ ഫൈസി, റിയാസ് ഫൈസി, അഫീഫ് കമാലി തുടങ്ങിയവരും മറ്റു മത, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. പരിസ്ഥിതി സംഘടനയായ അടയ്ക്കാപുത്തൂർ സംസ്കൃതി നടപ്പിലാക്കുന്ന പൊൻകണി 2024 പദ്ധതിയുടെ ഉദ്ഘാടനം ആദ്യ കണിക്കൊന്നത്തായി നട്ടുകൊണ്ട് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ നിർവഹിച്ചു. 2024-ൽ 2024 കണിക്കൊന്ന തൈകൾ നടുന്ന പദ്ധതിയാണ് പൊൻകണി. പുതുവത്സര ദിനത്തിൽ K പ്രേംകുമാർ MLAയുടെ വസതിയിൽ കണിക്കൊന്ന തൈ നട്ടുകൊണ്ടായിരുന്നു ഉദ്ഘാടനം. സംസ്കൃതി സ്റ്റുഡൻസ് ക്ലബ്ബ് വെള്ളിനേഴി GHSS വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ് ക്ലബ്ബ് പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ അഭിനവ് C, സംസ്കൃതി പ്രവർത്തകരായ UC വാസുദേവൻ, MP പ്രകാശ് ബാബു, KT ജയദേവൻ, സനിൽ കളരിക്കൽ, ഗോവിന്ദൻ വീട്ടിക്കാട്, രാജേഷ് അടയ്ക്കാപുത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി രംഗത്ത് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്ന സംസ്കൃതി 2013 മുതലാണ് ഓരോ വർഷം ഓരോ മരങ്ങൾ തിരഞ്ഞെടുത്ത് അതാതു വർഷങ്ങൾ കണക്കാക്കി തൈകൾ നട്ടു പരിപാലിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നടുന്ന തൈകളുടെ പരിപാലനവും സംസ്കൃതി സ്റ്റുഡൻസ് ക്ലബ്ബ് അംഗങ്ങൾ ആൻഡ്രോയിഡ് ആപ്പ് സംവിധാനത്തിലൂടെ നിരീക്ഷിക്കുന്നുണ്ട്. 2024 അടയ്ക്കാപുത്തൂർ സംസ്കൃതികളിലും ഓരോ തൈകളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറ്. ഈ വർഷം പൊൻകണി 2024 എന്ന പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത്. അത് നമ്മുടെ ഒറ്റപ്പാലം MLA ശ്രീ അഡ്വക്കേറ്റ് K പ്രേംകുമാർ അവരുടെ വസതിയിൽ തന്നെ ആദ്യ തൈ നട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസ്കൃതിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2024-ൽ പൊൻകണി എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് കണിക്കൊന്നയാണ് പരമാവധി വീടുകളിൽ എത്തിക്കുന്നതിനും പ്രചരണം നൽകിക്കൊണ്ട് അത് സാധ്യമാക്കുന്നതിനും വേണ്ടി പരിസ്ഥിതി സംഘടനയായിട്ടുള്ള അടയ്ക്കാപുത്തൂർ സംസ്കൃതി ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ പുതുവർഷത്തിൽ രാവിലെ വെള്ളിനേഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഇന്നിവിടെ തൈ നട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. തിരൂർക്കാട് അൻവാർ സ്കൂൾ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക്കിന് സമീപം പാതയോരം ശുചീകരിച്ചു. മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ ബോധവൽക്കരണ ചുമരെഴുത്തും നടത്തി. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി നടന്നത്. തിരൂർക്കാട് അൻവാർ സ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പിന്റെ സമാപന ദിവസത്തിലാണ് അങ്ങാടിപ്പുറം പോളിടെക്നിക്കിന് സമീപം പാത വൃത്തിയാക്കി മാലിന്യവും പൊന്തക്കാടുകളും നീക്കം ചെയ്തത്. NSS വിദ്യാർത്ഥികൾ മാലിന്യത്തിനെതിരെ ബോധവൽക്കരണ ചുമരെഴുത്ത് നടത്തി. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ ഉദ്ഘാടനം ചെയ്തു. അൻവർ സ്കൂൾ പ്രിൻസിപ്പൽ ഷബീർ അലി ഒറ്റപ്പാലം, NSS പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് അബ്ദുൽ ഗദ്ദാഫി, കോർഡിനേറ്റർമാരായ റിയാസ്, സൈനുൽ ആബിദ്, ഷാഹിന ഇബ്രാഹിം, ജസീന, ഷിറിൻ ഷഹാന തുടങ്ങിയവർ നേതൃത്വം നൽകി. 50 NSS വളണ്ടിയർമാർ പങ്കാളികളായി. ഷൊർണൂർ കവളപ്പാറ NSS കരയോഗ മന്ദിരത്തിൽ മന്നം ജയന്തി ആഘോഷിച്ചു. ഒറ്റപ്പാലം താലൂക്ക് NSS വനിതാ യൂണിയൻ പ്രസിഡന്റ് K കോമളം ഭദ്രദീപം കൊളുത്തി. കരയോഗം പ്രസിഡന്റ് OP ബാലകൃഷ്ണൻ പതാക ഉയർത്തി. ജയരാജ് കവളപ്പാറ, പ്രമീള, ദിനേശൻ, രാമരാജവർമ്മ, ശശിധരൻ എന്നിവർ സംസാരിച്ചു. കരിമ്പുഴ എലമ്പുലാശ്ശേരി KAUP സ്കൂളിൽ പ്രധാനാധ്യാപിക CS ശോഭയുടെ യാത്രയപ്പിനോടനുബന്ധിച്ച് സുശോഭം പരിപാടികളുടെ ഭാഗമായി ശാസ്ത്ര പരീക്ഷണങ്ങൾ സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷനായി.
സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഇല്യാസ് പെരുമ്പലം പരീക്ഷണ ക്ലാസ് നയിച്ചു. കെ രാമദാസൻ, പി ഹരിഗോവിന്ദൻ, CS ശോഭ, A സുഗന്ധി, C സനോജ്, ഡെയ്സമ്മ കുര്യൻ എന്നിവർ സംസാരിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ കുട്ടികൾ പരീക്ഷണങ്ങൾ അവതരിപ്പിച്ചു. ഇനി വാണിജ്യ വാർത്തകൾ. കോഴിക്കോട് ഫാറൂഖിലെ സ്റ്റോൺ സിറ്റി ഇനി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലും തിളങ്ങും. ഗുണമേന്മയും വിലക്കുറവും മികച്ച സെലക്ഷനുമുള്ള ഇറ്റാലിയൻ മാർബിളിന്റെയും ഗ്രാനൈറ്റിന്റെയും വിപുലമായ ശേഖരത്തോടെ സ്റ്റോൺ സിറ്റി തിരൂർക്കാട് പ്രവർത്തനം ആരംഭിച്ചു. മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റോൺ സിറ്റി ഇനി പെരിന്തൽമണ്ണയിലും പ്രൗഢിയോടെ തിളക്കമേകും. ഇറ്റാലിയൻ മാർബിൾ ഗ്രാനൈറ്റുകളുടെ ഏറ്റവും വിപുലവും വ്യത്യസ്തവുമായ ശേഖരത്തോടെയാണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ തിരൂർക്കാട് സ്റ്റോൺ സിറ്റി പ്രവർത്തനം ആരംഭിച്ചത്. മഞ്ഞളാക്കുഴി അലി MLA സ്റ്റോൺ സിറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റോൺ സിറ്റിയുടെ ഓഫീസ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് TK റഷീദ് അലി ഉദ്ഘാടനം ചെയ്തു. ചാലിയം ഇമാം സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, കുന്നത്ത് മുഹമ്മദ്, AK നാസർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. മാർബിൾ ഗ്രാനൈറ്റ് വിപണന രംഗത്ത് 11 വർഷമായി കോഴിക്കോട് ഫറൂഖിൽ പ്രവർത്തിക്കുന്ന സ്റ്റോൺ സിറ്റിയുടെ പുതിയ സംരംഭമാണ് തിരൂർക്കാട് സ്റ്റോൺ സിറ്റി. ഇറ്റാലിയൻ മാർബിൾ, ഗ്രാനൈറ്റ്, നാനോ വൈറ്റ്, താന്തൂർ സ്റ്റോൺ, കോട്ട സ്റ്റോൺസ്, ഡോൾപൂർ സ്റ്റോൺ, ബിൽവാഡോ സ്റ്റോൺ, ഗോളിയാർമിൻ സ്റ്റോൺ തുടങ്ങിയവ ഏറ്റവും മികച്ച സെലക്ഷനിലും ഗുണമേന്മയിലും വിലക്കുറവിലും സ്റ്റോൺ സിറ്റിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. ഏവരും ഇഷ്ടപ്പെടുന്ന വൈറ്റ് മാർബിളുകളും വിവിധ നിറങ്ങളിലുള്ള സ്റ്റോണുകളുടെ പ്രത്യേക കളക്ഷനുമെല്ലാം സ്റ്റോൺ സിറ്റിയിലുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഹമീദ് അരഞ്ഞിക്കൽ പറഞ്ഞു. ഇവിടെ ഉള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വൈറ്റിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കൂടുതലും താല്പര്യപ്പെടുന്നത്. പിന്നെ കൺസ്യൂമറിന് നമ്മളെ കസ്റ്റമർക്ക് ഏറ്റവും കൂടുതൽ പിന്നെ വൈറ്റിനോടാണ് താല്പര്യം. അപ്പം വൈറ്റിൽ തന്നെ നല്ല മാർബിളുകളാണ് ഞങ്ങൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇനിയും നമ്മളെ സ്റ്റോക്കുകൾ കൂടുതൽ വരാനുണ്ട്. അത്യാവശ്യം നല്ല വൈറ്റിൽ സെലക്റ്റഡായ മെറ്റീരിയലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. അതും വില കുറവിലും അതിൻ്റെ ഗുണമേന്മയിലും എത്രയും നല്ല മെറ്റീരിയൽ നമ്മളെ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതേപോലെ അതിൻ്റെ പുറമെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്. അതിൽ ട്രാൻസ്പോർട്ടേഷൻ ഡാമേജ് വരാക്കാൻ നമ്മൾ കൂടുതലും ശ്രദ്ധ ചെലുത്തുന്നു. പിന്നെ ഗുണമേന്മയേറിയ നല്ല ഇനം വൈറ്റ് മാർബിളുകളും കളർ മെറ്റീരിയലുകളും, താണ്ടൂർ സ്റ്റോണ്, കോട്ട സ്റ്റോണ്, ഗ്രാനൈറ്റിൽ ലീച്ചി ഫിനിഷ്, ലെപ്പത്രോ ലെതർ ഫിനിഷ്, അങ്ങനെ പിന്നെ കോബോൾ സ്റ്റോണുകൾ, ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ട താണ്ടൂർ സ്റ്റോണുകൾ 50 mm തിക്നെസ്സുള്ള, ഇതെല്ലാം നമ്മൾ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. മുറ്റം മനോഹരമാക്കുന്നതിനും ഇന്റർലോക്കുകൾ പാവാനും ആവശ്യമായി വരുന്ന എല്ലാ സ്റ്റോണുകളും ഇവിടെ നിന്ന് ലഭിക്കും. രാജസ്ഥാൻ മാർബിൾ സ്ക്വയർ ഫീറ്റിന് 45 രൂപ മുതലും ഗ്രാനൈറ്റ് 85 രൂപ മുതലും ലഭ്യമാണ്. ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ട ഏത് അളവിലും വലുപ്പത്തിലും നൽകാനാകും. രാജസ്ഥാനിലെ മൈൻസുകളിൽ നിന്നും മാർബിൾ, ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ നേരിട്ടെടുത്ത് അവിടെ തന്നെയുള്ള സ്റ്റോൺ സിറ്റിയുടെ പ്രോസസ്സിംഗ് യൂണിറ്റുകളിലാണ് സ്റ്റോണുകൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലെ വ്യാപാരികളുടെ ലാഭം ഒഴിവാക്കി കേരളത്തിൽ എത്തിച്ച് കുറഞ്ഞ വിലയിൽ വിപണനം നടത്താൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് സ്റ്റോൺ സിറ്റിയിൽ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നത്. രാജസ്ഥാനിലെ ഓഫീസും അവിടെ ചെറിയൊരു ഗോഡൗണും ഇതേപോലെ നമ്മളവിടെ ഇപ്പോൾ ഒരു 8 കൊല്ലം 9 കൊല്ലമായിട്ട് ഞങ്ങൾ നടത്തി പോരുന്നുണ്ട്. നമ്മളവിടുന്ന് ഈ മൈൻസിൽ നിന്ന് എടുക്കുന്ന ബ്ലോക്ക് എടുത്ത് ഡയറക്റ്റ് ബ്ലോക്ക് എടുത്ത് കട്ട് ചെയ്ത്, അതുപോലെ അതിൽ ചില മെറ്റീരിയൽ, എല്ലാ മെറ്റീരിയലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ചില മെറ്റീരിയലുകൾ നല്ല കട്ട് ചെയ്തിട്ട് അത് നമ്മൾ നല്ല തിക്നെസ്സിൽ 18 mm തിക്നെസ്സിലും 16 mm 17 mm തിക്നെസ്സിലും ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ എത്തിച്ചു നേരിട്ട് തന്നെ അത് ഡീൽ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് മാക്സിമം വില വെച്ചാൽ രാജസ്ഥാനിലുള്ള മാർവാടികളുടെ ആ റേറ്റ് അവരെടുക്കുന്ന പ്രോഫിറ്റ് നമുക്ക് ഡയറക്റ്റ് ഇവിടെ കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്.
ഈ രംഗത്ത് 31 വർഷത്തെ പരിചയസമ്പന്നരാണ് സ്റ്റോൺ സിറ്റി. തുർക്കി, ഇറാൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും നേരിട്ട് സ്റ്റോണുകൾ ഇറക്കുമതി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സ്റ്റോൺ സിറ്റി. ഏറെ വൈകാതെ ഇത് വിപണിയിലെത്തിക്കും. ഇറ്റാലിയൻ ഡയറക്റ്റായിട്ട് നമുക്ക് വരുന്ന മെറ്റീരിയലുകൾ ഡയറക്റ്റ് ബ്ലോക്ക് എടുത്ത് കട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. പിന്നെ തുർക്കിയിൽ നിന്നും ഇറാനും തുർക്കി മെറ്റീരിയലാണ് ഇപ്പോൾ ഒമാനും. ഈ 3 രാജ്യങ്ങളുടെ മെറ്റീരിയൽ തീർത്തും ഞങ്ങൾ ഡയറക്റ്റ് ബ്ലോക്ക് എടുത്ത് ഈ മാസം തന്നെ നമ്മൾ റണ്ണാക്കിയിട്ടുണ്ട്. അത് അടുത്ത മാസം നമുക്ക് പ്രോസസ് ചെയ്ത് മാർക്കറ്റിലിറങ്ങും. അപ്പോൾ നമുക്ക് അതും ഇതേപോലെ അവിടുത്തെ ഒരു മാർവാഡീസിൻ്റെ ആ പ്രോഫിറ്റ് ഒഴിവാക്കി നമുക്കിവിടെ ഡയറക്റ്റ് കൊടുക്കാം. 22 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം പെരിന്തൽമണ്ണയിൽ വ്യാഴാഴ്ച തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്യും. പെരിന്തൽമണ്ണയ്ക്ക് സുവർണ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമാണ് വ്യാഴാഴ്ച പ്രവർത്തനം ആരംഭിക്കുന്നത്. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൂടുതൽ പുതുമകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നജീബ് കാന്തപുരം MLA, മുനിസിപ്പൽ ചെയർമാൻ P. ഷാജി തുടങ്ങിയവരും മറ്റു സാമൂഹിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. നവീകരണത്തിന്റെ ഭാഗമായി പുത്തൻ കളക്ഷനുകളാണ് മഹാരാജികയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. 916 ആഭരണങ്ങൾക്ക് പുറമെ 18 ക്യാരറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനും മഹാരാജികയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങളുടെ എക്സിബിഷനും ഉദ്ഘാടന വേളയിൽ ഉപഭോക്താക്കൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി 10 വരെയുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ നിന്നും ഗ്രാമിന് 50 രൂപ കിഴിവിൽ പർച്ചേസ് ചെയ്യാനുള്ള അവസരവും എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% വരെ കിഴിവും വിവാഹ പർച്ചേസുകൾക്ക് 2% പണിക്കൂലിയിൽ ആഭരണങ്ങൾ വാങ്ങാനുള്ള അവസരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. 22 വർഷമായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചു വരുന്ന മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ നവീകരിച്ച ഷോറൂം നാളെ ജനുവരി 4 കാലത്ത് 10 മണിക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ 22 വർഷത്തെ നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ആഘോഷവേളയിൽ നമ്മൾ ഇവിടെ 916 ഹോൾമാർക്കഡ് HUID ആഭരണങ്ങൾക്ക് പുറമെ 18 ക്യാരറ്റ് ആഭരണങ്ങളുടെ ഒരു സെക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ലൈറ്റ് വെയ്റ്റ് ആയതും മോഡേൺ ആയതും വളരെ വ്യത്യസ്തമായ ആഭരണങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഡയമണ്ട്സിൻ്റെ ഒരുപാട് ഇതിൻ്റെ ഭാഗമായി നമ്മൾ സ്റ്റോക്ക് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഡയമണ്ട്സിൻ്റെ ഒരു എക്സിബിഷൻ ഈ ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് നടത്തുകയാണ്. പിന്നെ നമ്മുടെ ഈ 2 പതിറ്റാണ്ട് കഴിഞ്ഞതിൻ്റെ ഒരു ആഘോഷവേളയിൽ ഈ ഓഫറുകൾ 10-ാം തീയതി വരെ, അതായത് ജനുവരി 10-ാം തീയതി വരെ ഈ ഓഫറുകൾ നിലനിൽക്കും. ഈ ഓഫറുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ഘാടന ദിവസം ഗോൾഡ് റേറ്റിൻ്റെ 50 രൂപ ഗ്രാമിനെ കുറച്ചാണ് നമ്മൾ കസ്റ്റമേഴ്സിന് നൽകുന്നത്. അതുപോലെ നമ്മൾ ഓരോ ആഭരണത്തിനും പകുതി പണിക്കൂലിയിലാണ് നമ്മൾ കസ്റ്റമേഴ്സിന് ഇത് വിൽക്കപ്പെടുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു കല്യാണത്തിനുള്ള ഓഫറുകളും കാര്യങ്ങളും ഞങ്ങൾ വെച്ചിരിക്കുന്നത് എല്ലാവർക്കും നമ്മൾ പരസ്യം ചെയ്തിരുന്നു. എല്ലാവർക്കും ആ നോട്ടീസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ ഈ പരസ്യം കണ്ടിരിക്കുമെന്ന് വിചാരിക്കണം. 2% പണിക്കൂലിയിലാണ് നമ്മൾ കല്യാണാഭരണങ്ങൾ വിവാഹ പർച്ചേസുകൾക്ക് ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഓഫർ ഈ ജനുവരി 10-ാം തീയതി മാത്രം വരെ നീണ്ടു നിൽക്കുന്നൊരു ഓഫറാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് പാതാക്കര മലയിൽ വൻതോതിൽ മണ്ണിടിച്ച് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് റോഡ് നിർമ്മാണം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ശുദ്ധജല സ്രോതസ്സിനെ ബാധിക്കുമെന്നും മലയിൽ ഉരുൾപൊട്ടലുണ്ടാകുമെന്നും പ്രദേശവാസികൾ. മണ്ണാർക്കാട്ടെ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഗതാഗത പരിഷ്കരണത്തിൽ നഗരസഭയിൽ പ്രതിഷേധവുമായി NCP. പരിഷ്കരണം യാതൊരു പഠനവും നടത്താതെയെന്ന് നേതാക്കൾ.
പരിഷ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് സ്റ്റാൻഡിൽ CPM കൗൺസിലർമാരുടെയും പ്രതിഷേധം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി ഹെൽപ്പർ സ്ഥിര നിയമനവുമായി ബന്ധപ്പെട്ട് പരാതിയുമായി ഉദ്യോഗാർത്ഥികളും. യോഗ്യതകൾ പരിഗണിക്കാതെ അനർഹരെ തിരഞ്ഞെടുത്തതെന്ന് ആരോപണം. നിയമപരമായി മുന്നോട്ടു പോകുമെന്നും പരാതിക്കാർ. വെള്ളിനേഴിയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ. പൊട്ടിപ്പൊളിഞ്ഞ പൈപ്പുകളാണ് പ്രശ്നമെന്നും ഇത് മാറ്റിസ്ഥാപിക്കാൻ നടപടിയെടുക്കുമെന്നും AE. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.